ലുലുവിന്റെ ആന്ധ്രാപ്രദേശിലെ പദ്ധതികൾക്ക് ഔദ്യോഗിക തുടക്കമായി. ഷോപ്പിംഗ് മാൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, കയറ്റുമതി ഹബ്ബ് തുടങ്ങി വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് ലുലു നടപ്പാക്കുക. ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 5000-ഓളം പേർക്ക് തൊഴിൽ നൽകുമെന്ന് എം.എ. യൂസഫ് അലി അറിയിച്ചു. വിശാഖപട്ടണത്തെ ഉച്ചകോടിയിൽ വെച്ചാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി ആന്ധ്രാപ്രദേശിലെ പദ്ധതികൾ വിശദീകരിച്ചതും തുടക്കം കുറിച്ചതും. വിവിധ പദ്ധതികളുടെ ധാരണാപത്രങ്ങളും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന് അദ്ദേഹം കൈമാറി. ആന്ധ്ര ചീഫ് സെക്രട്ടറി കെ വിജയാനന്ദ്, വ്യവസായ സെക്രട്ടറി ടി.ജി. ഭരത്, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം.എ. അഷറഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിശാഖപട്ടണത്തെ ലുലു മാൾ, വിജയവാഡയിലെ മല്ലവല്ലി ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം തുടങ്ങിയവയാണ് ലുലു ഗ്രൂപ്പിന്റെ പദ്ധതികൾ. ഇതിനു പുറമെ റായലസീമയിൽ ലോജിസ്റ്റിക് കേന്ദ്രം, കയറ്റുമതി ഹബ്ബ് എന്നിവയും സ്ഥാപിക്കും. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാകും വിശാഖപട്ടണം ലുലു മാൾ എന്ന് എം.എ. യൂസഫ് അലി വ്യക്തമാക്കി. We confirm to complete our shopping mall project within a period of 3 years. Our project, once complete, will provide employment opportunities, direct 5,000 people directly and 12,000 people indirectly. 5000 പേർക്ക് നേരിട്ടും 12,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാൻ സഹായിക്കുന്നതാകും ഷോപ്പിംഗ് മാൾ. 2019 രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാനത്തു നിന്നും പിന്മാറിയ ലുലു ഗ്രൂപ്പ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് രണ്ടാമതും സംസ്ഥാനത്തെത്തിയത്. മാതൃഭൂമി ന്യൂസ്, അബുദാബി.